മൈജിയോ ആപ്പിനകത്ത് ഫോട്ടോ എഡിറ്റിങ്ങിനായിട്ട് ഗംഭീരമായൊരു AI ടൂള് വന്നിട്ടുണ്ട്. നമ്മൾ ചാറ്റ് GPT-യിലൂടെയും ഗ്രോക്കിലൂടെയും ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ജിബ്ലി എഫക്റ്റ് ഫോട്ടോ എഡിറ്റ് ചെയ്യാറില്ലേ, അതൊക്കെ നമുക്ക് മൈജിയോ ആപ്പിനകത്ത് നിന്ന് തന്നെ ഫ്രീ ആയിട്ടും അൺലിമിറ്റഡ് ആയിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. ചാറ്റ് GPT-യിൽ ലഭിക്കുന്നതിനേക്കാൾ മികച്ച ഔട്ട്പുട്ട് നമ്മുടെ ജിയോയുടെ ഈ AI ടൂളിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു AI ടൂളിൽ നമ്മുടെ ജിബ്ലി എഫക്റ്റ് മാത്രമല്ല നിരവധി എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് പോലും ഇതിലൂടെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ഓപ്ഷൻ ജിയോ ഉപഭോക്താവിന് മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ജിയോയുടെ ക്ലൗഡ് സ്റ്റോറേജ് ആക്ടിവേറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജിയോയുടെ ഈ AI ടൂൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് മൈജിയോ ആപ്പിനകത്തുള്ള അടിപൊളിയായിട്ടുള്ള ഈ AI ടൂളാണ്. അപ്പോൾ ജിയോ യൂസറായ ആർക്കൊക്കെ ഇത് ലഭിക്കും, ഇത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം. എൻ്റെ മൈജിയോ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അല്പം താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മേക്ക് എവരി ഫോട്ടോ ഫീൽ ലൈക്ക് എ ജിബ്ലി സയൻസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരുന്നതെന്ന് വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇവിടെ കാണുന്ന ട്രൈ നൗ എന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്ലൗഡ് സ്റ്റോറേജ് ആണ് ഓപ്പൺ ആവുക. ഈ ക്ലൗഡ് സ്റ്റോറേജ് ഒക്കെ എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോയുടെ അവസാനം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോട്ടോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് ട്രൈ AI ഫോട്ടോ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ഇനി ക്ലൗഡ് സ്റ്റോറേജിലല്ല ഗാലറിയിലുള്ള ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാലറിയിൽ നിന്നോ ഫയൽ മാനേജറിൽ നിന്നോ അല്ല ഡയറക്റ്റ് ഫോട്ടോ എന്ത് വേണമെങ്കിലും എടുത്തിട്ട് ക്ലൗഡ് സ്റ്റോറിലേക്ക് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എഡിറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇനി ഞാൻ ഇതിനകത്ത് നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. ഇനി ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഓപ്ഷൻ ഓൺ ആയി കിട്ടും. ഇവിടെ നിങ്ങൾക്ക് കാണാം AI ഫോട്ടോ പ്ലേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ജസ്റ്റ് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ലോഡിങ് കാണിക്കും. ചില സമയത്ത് അല്പം സമയം എടുക്കുമെന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ താഴെ ഓപ്ഷൻ കാണാം നിങ്ങൾക്ക് ജിബ്ലിയുടെ. ജസ്റ്റ് ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ അത് കൺവേർട്ടായി കിട്ടുന്നതാണ്. ചില സമയത്ത് സർവർ ബിസി ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ചില സമയത്ത് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ജിബ്ലി എഫക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോട്ടോ വളരെ മനോഹരമായിട്ട് ജിബ്ലി എഫക്റ്റിലേക്ക് മാറിയിട്ടുണ്ട്. ചാറ്റ് GPT-യിൽ നിന്നൊക്കെ ലഭിക്കുന്നത് പോലെയുള്ള ഒരു ഔട്ട്പുട്ട് അല്ല, നമ്മളാണെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ജിബ്ലി എഫക്റ്റ് ആണ് ഇതിനകത്തുള്ളത്. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഇനി ഇതിനകത്ത് തന്നെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്, അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം. തീം എന്ന ആദ്യത്തെ ഓപ്ഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ആനിം, ബീച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ വളരെ പെട്ടെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് പല കാറ്റഗറിയിലേക്കും ഇതിനകത്ത് നിന്ന് കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ കൺവേർട്ട് ചെയ്യാൻ അല്പം സമയമെടുക്കും സർവർ ബിസി ആകുമ്പോൾ. ഇനി ഇവിടെ താഴെ വൈബ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ചോദിക്കൂ. ഞാനിപ്പോൾ മെയിൽ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിനകത്തും നിരവധി തരത്തിൽ നമ്മുടെ ഫോട്ടോ മാറ്റിയെടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൺവേർട്ട് ആകാൻ അതിൻ്റെതായ സമയമെടുക്കും. ഇനി ഇവിടെ മൂന്നാമതായി BG എറേസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്യേണ്ട ഒരു ഓപ്ഷനാണ്. ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് കൺവേർട്ടായിട്ട് ഇതുപോലെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്ത് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ ക്ലൗഡിലേക്കാണ് സേവ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടാണെങ്കിൽ ഇവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതിലേക്കാണ് സേവ് ചെയ്യേണ്ടത്, ഷെയർ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുത്തിട്ട് അത് നമ്മുടെ ഗാലറിയിലേക്കൊക്കെ നമുക്ക് സേവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ജിയോ ആപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജിയോയുടെ ക്ലൗഡ് സ്റ്റോറേജ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ക്ലൗഡ് സ്റ്റോറേജ് ആക്ടിവേറ്റ് ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. നമ്മൾ ജിയോ ആപ്പ് തുറന്നു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ ഇടതു ഭാഗത്ത് നിങ്ങൾക്ക് കാണാം AI ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇത് നിങ്ങൾ നമ്പറും കാര്യങ്ങളും പെർമിഷനും ഒക്കെ കൊടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ എൻ്റെ ക്ലൗഡ് സ്റ്റോറേജ് ആക്ടിവേറ്റ് ആണ്. ക്ലൗഡ് സ്റ്റോറേജിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തരും ഇതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്ലൗഡ് സ്റ്റോറേജ് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ക്ലൗഡ് സ്റ്റോറേജ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മിനിമം 299 രൂപയുടെ റീചാർജ് എങ്കിലും ചെയ്യുന്നവരായിരിക്കണം. അതിന് മുകളിൽ ചെയ്യുന്നവർക്ക് എന്തായാലും ലഭിക്കും. അതിന് താഴെ റീചാർജ് ചെയ്യുന്നവർക്ക് ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നതല്ല. ഞാൻ ജസ്റ്റ് 299 റീചാർജ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ താഴെയുള്ള ഓപ്ഷൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാം ഫ്രീ 50 GB ജിയോ ക്ലൗഡ് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ റീചാർജിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ക്ലൗഡ് സ്റ്റോറേജ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ 299 മുകളിലുള്ള റീചാർജ് ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഈ AI ടൂള് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.